ഇനി തിരിച്ച് രമ്യ ഹരിദാസിനോടുള്ള എൻ്റെ ഒരു കുഴപ്പിക്കുന്ന ചോദ്യം, എന്ന് ഞാൻ വിചാരിക്കുന്ന ചോദ്യം സിമ്പിളായിരിക്കുമേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ 17 കോടിയാണ് MP-യുടെ ഫണ്ട് എന്നിരിക്കെ 1734 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി എന്നൊരു ഫ്ലെക്സ് അടിച്ചിട്ട് ഇപ്പോൾ ട്രോൾ ചെയ്യുന്നുണ്ട് മറുഭാഗം ആളുകൾ. അപ്പോൾ യഥാർത്ഥത്തിൽ അതിലെന്താ സംഭവിച്ചത്? അതിലൊന്നും സംഭവിച്ചില്ല. കാരണം വളരെ കൃത്യമായിട്ട് ഒരു ജനപ്രതിനിധി, പാർലമെന്റ് ജനപ്രതിനിധി എന്നുള്ള രീതിയിലുള്ള ഇടപെടലിൽ നടത്തിയിരിക്കുന്ന വികസനങ്ങളും കൂടി ചേർത്തുകൊണ്ടാണ് അത് പറഞ്ഞത്. അതിൽ വളരെ കൃത്യമായിട്ട് ഓരോ ഫണ്ടെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാം അതിൽ വളരെ കൃത്യമായിട്ട് MP ഫണ്ട് ഏത്, ഇടപെടൽ നടത്തി കൊണ്ടുവന്ന ഫണ്ടുകൾ ഏത്. ഇപ്പം തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എൻ്റെ പാർലമെന്റ് മണ്ഡലത്തിനകത്താണ്. അവിടേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ ഹെൽത്ത് മിഷൻ ആകട്ടെ, അതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ 100%. കാരണം എൻ്റെ മെഡിക്കൽ കോളേജിലെ പ്രതിനിധിയായിട്ട് HDS കമ്മിറ്റി അംഗമെന്ന് പറയുന്നത് അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാനും കൂടി ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അവിടെ വളരെ കൃത്യതയോട് കൂടിയിട്ട് നേതൃത്വം കൊടുക്കുന്ന DPR തയ്യാറാക്കുന്ന ഒത്തിരി ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ ആത്മാർത്ഥമായിട്ട് മെഡിക്കൽ കോളേജിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ചിലരെങ്കിലും അതിനകത്ത് അഴിമതി നടത്തിയതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കളക്ടർ നേരത്തെ കണ്ടുപിടിച്ച് കൈയോടുകൂടി ഓഡിറ്റ് നടത്തി 50 ലക്ഷത്തിലധികം തുക കൈയോട് കൂടിയിട്ട് പിടികൂടിയ സാഹചര്യവും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ മണ്ഡലം 2 ജില്ലകളിലായിട്ടാണ്. 2 ജില്ലകളിലും ഇപ്പൊ ദിശായോഗങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ അത് നമ്മളുടെ കൂടി ഇടപെടൽ മാത്രമേ കൊണ്ടുവന്ന വളരെ 1734 കോടി എന്നുള്ളത് അവിശ്വസിക്കേണ്ടതില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റും. കാരണം അത് ഏത് ജനപ്രതിനിധിയാണെങ്കിലും ഞാൻ എന്നുള്ളതല്ല, മുൻപ് PK ബിജുവും നടത്തിയ സമാനമായിട്ടുള്ള കോടി കൊണ്ടുവന്നു എന്നാണ് പുള്ളിയുടെ ഒരു ക്ലെയിം ഉണ്ട്. അപ്പൊ അത് പുള്ളിയുടെ കാലഘട്ടങ്ങളിൽ പുള്ളി അത് ചെയ്തിട്ടുണ്ടാവണം. കേന്ദ്ര ഫണ്ട് കൊണ്ടുവന്നതാണ്, അല്ലാതെ MP ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചു എന്ന് ക്ലെയിം ചെയ്തിട്ടേ ഒരിക്കലും ഇല്ല. കാരണം അതിൽ MP ഫണ്ടുകളുടെ വിനിയോഗമായിട്ട് ബന്ധപ്പെട്ടത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളിൽ നമ്മൾ ഇടപെട്ടത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം അത് നിയോജകമുള്ള അടിസ്ഥാനത്തിലുള്ളതും അതിൻ്റെ കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അതിനി താഴെ തട്ടിലേക്ക് പോകുമ്പോഴും ഉണ്ട്. വേറൊരു കാര്യം അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കാരണം നമ്മുടെ പ്രദേശം ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ മെഡിക്കൽ കോളേജ്, പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ശ്രീ AP അനിൽകുമാർ മന്ത്രിയായിരിക്കുന്ന സമയത്ത്, അടൂർ പ്രകാശ് സാറ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിലിൻ്റെ നിയോജക മണ്ഡലത്തിലാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വരുന്നത്. ഇന്ന് വരെ സാധാരണക്കാരന്, പ്രത്യേകിച്ച് പാലക്കാടിലെ SC ST വിഭാഗങ്ങളും ഏറ്റവും സാധാരണക്കാരന് ആരോഗ്യ മേഖലയിൽ ആശ്രയിക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ട മെഡിക്കൽ കോളേജ് ഇന്ന് വരെ അത് പ്രവർത്തന ആളുകൾ ഇപ്പോഴും അട്ടപ്പാടി പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, എന്തിനേറെ പറയുന്നു, പറമ്പിക്കുളം അറിയാലോ, അരിക്കൊമ്പനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ 18 അടവും പയറ്റി നോക്കി. ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിലാണ് അരിക്കൊമ്പനെ ഇവിടെ ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. ആ പറമ്പിക്കുളത്ത് നിന്ന് പോലും ആളുകൾ ആശ്രയിക്കുന്നത് ഇപ്പൊ തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെയാണ്. അപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പാലക്കാടുള്ള എൻ്റെ മണ്ഡലംകാർ തിരൂര്, നമ്മുടെ തരൂര്, ആലത്തൂര്, ചിറ്റൂര്, നെന്മാറ ഉൾക്കൊള്ളുന്ന പ്രദേശത്തുള്ള ആളുകൾ ഇപ്പോഴും തൃശ്ശൂരിലേക്ക് പോവാണ്. മറ്റു ജില്ലകളിലുള്ളവരും ഉണ്ട്. അവർക്ക് പോലും ഈ മെഡിക്കൽ കോളേജ് വന്നു കഴിഞ്ഞാൽ ഗുണമാകോ ഇല്ലയോ എന്നാണ് സംശയമൊന്നുമില്ല. അതിനും സർക്കാർ മറുപടി പറയും. ഒരു കാര്യം കൂടി, ഇപ്പം എനിക്ക് കുറേയധികം അറ്റൻഡൻസ് ശരാശരിയേക്കാൾ കൂടുതലാണ് രമ്യക്ക്. അപ്പം സഭയിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആലത്തൂരായിരിക്കും സംശയമൊന്നുമില്ല. ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, ഡിബേറ്റിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ കേട്ടൊരു വിമർശനം, കർഷകർക്ക് വേണ്ടി രമ്യ ഹരിദാസ് 99 ചോദ്യമാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ ആ ചോദ്യങ്ങളിൽ ഒരു ചോദ്യം പോലും കർഷകർക്ക് വേണ്ടി ചോദിച്ചില്ല എന്നൊരു വിമർശനം. 300-ലധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്ക് സഭയ്ക്കകത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച വിഷയം ഏതെന്ന് ചോദിച്ചാൽ നെൽകർഷകരുടെ ഉറപ്പാണ് 100%. എന്തൊരു സംശയമാണ്. കാർഷിക മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ഉന്നയിക്കുന്ന വിഷയവും അല്ലെങ്കിൽ ആദ്യവും നമ്മൾ സഭയിൽ കൊണ്ടുവരുന്ന വിഷയവും അതായത് നെൽകർഷകരുടെ. ഇന്നലെ നിങ്ങൾ ചിറ്റൂര പോയെന്നറിയാം. 22 ഹെക്ടറോളം പ്രദേശമാണ് അവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട്. അതിൽ 11-12-18ഓളം ഏക്കറാണ് അതിനകത്ത് നെൽകർഷകർ, ക്ഷീര കർഷകരുണ്ട്, പച്ചക്കറി കൃഷി ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ സമാനമായ രീതിയിൽ കന്നുകാലികളുടെ തീറ്റയിൽ വില വർധനവുമായി ബന്ധപ്പെട്ട്, അവരുടെ മരുന്നുമായി ബന്ധപ്പെട്ട്, പച്ചക്കറി കൃഷി കോവിഡിൻ്റെ സമയത്ത് സംഭരണം സർക്കാരിൻ്റെത് താളം തെറ്റിയ കാരണം പശുവിന്
തൊഴുത്തിനകത്തേക്ക് വെള്ളരിയും കുമ്പളങ്ങയും പയറും ഉൾക്കൊള്ളുന്ന സാധനങ്ങൾ വെട്ടി അരിഞ്ഞിട്ട് കൊടുത്ത സാഹചര്യം ഉണ്ടായതും നമ്മുടെ മണ്ഡലത്തിലാണ്. അതടക്കം സഭയിൽ ചോദ്യം ഉന്നയിച്ചത്. പിന്നെ 100%. കാരണം എന്താ വെച്ചാൽ എന്നോട് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ രമ്യ ഹരിദാസ് ഈ മണ്ഡലത്തിൽ നിന്ന് കർഷകർക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചു എന്ന്? വലിയ പെട്ടെന്ന് ചോദ്യമില്ല, പക്ഷേ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു ഒന്നിലധികം ചോദ്യങ്ങൾ രമ്യ ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രമ്യ വെല്ലുവിളി ഏറ്റെടുത്തു. ഉറപ്പായിട്ടും. കാരണം എന്താ വെച്ചാൽ അത് കൃത്യമായിട്ട് റെക്കോർഡറാണ്, കൊടുത്ത കത്തുകൾ റെക്കോർഡറാണ്, മന്ത്രി നേരിട്ട് കണ്ടത് തെളിവാണ്. വീഡിയോ ഇപ്പൊ പാർലമെന്റിനകത്തുള്ള വീഡിയോ വ്യാജമായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ ചാനലിൽ ചിലപ്പം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചിലപ്പോ പാർലമെന്റ് വെച്ചാൽ ഒരു വീഡിയോ ഉണ്ടാക്കാം. പക്ഷേ ഇത് സഭയ്ക്കുള്ളിൽ സ്പീക്കർ ഇരിക്കുന്ന അങ്ങനെ നിങ്ങൾ എന്റെ മണ്ഡലംകാരാണ്, അവരെ ഒന്നും അങ്ങനെ ഞാൻ അതിനകത്ത് നിങ്ങളെ എതിർക്കുന്ന ഒരാളാണ്. കാരണം ഞങ്ങളുടെ മണ്ഡലം എന്ന് പറയുന്ന ആളുകൾ എല്ലാവരും ഒരു കാര്യം കൂടി ചോദിക്കട്ടെ രമ്യ,